Everybody in the house, see the boys attack! ഇതാ നല്ലൊരു കൈ നമ്മുടെ സ്വന്തം സന്തോഷ് പണ്ഡിറ്റ് ഇതാ കൊട്ടാരം എന്നു അർത്ഥം വരുന്ന കോയിൽ എന്ന പദവും കോട്ടകളുള്ള സ്ഥലം എന്നർത്ഥം വരുന്ന കോട് എന്ന പദവും സംയോജിച്ചുണ്ടായ കോഴിക്കോട് എന്ന നാമധാരിയായ മഹാനഗരം. കുഞ്ഞാലിമരക്കാരുടെയും സാമൂതിരിയുടെയും തച്ചോളിയോദയനന്റെയും ഇബ്നു ബത്തൂത്ത, വാസ്കോ ഡ ഗാമ എന്നിവരുടെയുമൊക്കെ പാദസ്പർശം കൊണ്ട് ചരിത്രത്തിന്റെ ഗതകാല സ്മരണകൾ ധന്യമാക്കിയ പുണ്യനഗരി. എണ്ണിയാൽ ഒടുങ്ങാത്ത ചരിത്ര സാംസ്കാരിക മുന്നേറ്റങ്ങൾക്കും പ്രതിവിപ്ലവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കല്ലായിപ്പുഴയുടെ ഹൃദയഹാരിയായ തീരദേശങ്ങൾ. എസ് കെ പൊറ്റക്കാട്, കെ ടി മുഹമ്മദ്, ഉറൂബ്, വൈക്കം മുഹമ്മദ് ബഷീർ, എം ടി വസുദേവൻ നായർ, തിക്കൊടിയൻ, പി വത്സല, എം എസ് ബാബുരാജ് എന്നു തുടങ്ങിയ അനശ്വര അത്ഭുത പ്രതിഭകളെ ഗർഭം ധരിച്ച് താലോലിച്ചു വളർത്തിയ കോഴിക്കോടിലെ കമനീയ മഹീതലം. ഈ സാംസ്കാരിക നഗരിക്കു സുമാർ 50 കിലോമീറ്റർ തെക്കു കിഴക്കു ഭാഗത്തായി അതിമനോഹരമായ ഒരു ഉൾനാടൻ ഗ്രാമമുണ്ട്. ഇടതൂർന്ന കാനനവശ്യ ഭംഗിയും അണക്കെട്ടിൻ്റെ നയനാഭിരാമവും പുഷ്പങ്ങളുടെ ഹൃദയഹാര്യതയും ഒത്തുചേർന്ന ഈ ഗ്രാമമാണ് പെരുവണ്ണാമൊഴി. ഇവിടെയാണ് നമ്മുടെ കഥാനായകൻ പിറവിയെടുക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറ്റ്യാടി പ്രോജക്റ്റിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്ന ശ്രീ അപ്പുണ്ണി പണ്ഡിറ്റിൻ്റെയും ശ്രീമതി സരോജിനി അമ്മയുടെയും 2 മക്കളിൽ ഇളയ മകനായി ഏപ്രിൽ മാസം 8-ാം തീയതി മകീര നക്ഷത്രത്തിലാണ് വിളക്കിത്തല നായർ സമുദായത്തിൽ ശ്രീ സന്തോഷ് പി എന്ന സന്തോഷ് പണ്ഡിറ്റ് ഭൂജാതനാകുന്നത്. മലയാള സിനിമയിൽ ഇന്നേ വരെ ആരൊക്കെ സൂപ്പർ സ്റ്റാറുകളായിട്ടുണ്ടോ അവരൊക്കെ സുന്ദരന്മാരാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെ എപ്പോഴും സുന്ദരന്മാരെ മാത്രമേ സൂപ്പർ സ്റ്റാറുകളാക്കാറുള്ളൂ. അതേസമയം മലയാള സിനിമയിൽ സൗന്ദര്യം കുറഞ്ഞ ചില മനുഷ്യന്മാരൊക്കെ ഉണ്ട്.
അതേസമയം അവിടെ സിനിമ ഹിറ്റായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒരു കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിൽ സൗന്ദര്യം അത്യാവശ്യം കുറഞ്ഞ ചില മനുഷ്യന്മാരുടെ സിനിമ ഹിറ്റായി നിങ്ങൾക്ക് നോക്കാം. ഒന്ന്, ചിന്താവിശിഷ്ടയായ ശ്യാമള. അതിലെ നായകൻ എന്താണ്? ഒരു ഹീറോയിസും ഇല്ല. പേടിച്ച് വരച്ച് പെണ്ണിന്റെ പുറകെ നടക്കുന്നത്. വടക്ക് നോക്കിയല്ലോ ആകെ ടോട്ടലി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള നായകൻ. അല്ലെങ്കിൽ അതേപോലെ തന്നെ വാസുദി ലക്ഷ്മി. പിന്നെ ഞാൻ നായകന്റെ അവസ്ഥ എന്താണ്? വളരെ പരിതാപകരമായ സിറ്റുവേഷൻ. കന്മാടിക്കുട്ടൻ അല്ലെങ്കിൽ അറബിക്കഥ, ഈ സിനിമകളിലൊക്കെ ഈവൻ നായകന് സൗന്ദര്യം ഇല്ലെങ്കിൽ നായകന് യാതൊരു ഹീറോയിസും ഉണ്ടാവാറില്ല. കാരണം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് ഈ സൗന്ദര്യം കുറഞ്ഞ നായകന്മാരെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അല്ലെങ്കിൽ അത്യാവശ്യം പട്ടണമായിട്ടാണ് മലയാള സിനിമ അവതരിപ്പിക്കാറ്. എൻ്റെ അച്ഛൻ PWD എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറ്റ്യാടി ഇറിഗേഷൻ പ്രൊജക്റ്റിലായിരുന്നു ആ സമയത്ത് വർക്ക് ചെയ്തിരുന്നത്. ഏക ആൺകൺമണിയായി അച്ഛനമ്മമാരുടെ അതീവ വാത്സല്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷ് തൻ്റെ ശൈശവം പിന്നിട്ടു. തുടർന്ന് 2ാം ക്ലാസ്സിലാകുന്നതോടെ പെരുവണ്ണാമുഴിയിൽ നിന്നും കോഴിക്കോടിനടുത്തുള്ള നരിക്കുനി എന്ന സ്ഥലത്തേക്ക് ഈ കുടുംബം മാറി താമസിക്കുകയാണുണ്ടായത്. തുടർന്ന് സന്തോഷിൻ്റെ ബാല്യവും കൗമാരവും കടന്നു പോകുന്നത് നരിക്കുനി എന്ന ഈ ഉൾനാടൻ ഗ്രാമത്തിലാണ്. പറയത്തക്ക കലാപരമായ പശ്ചാത്തലമില്ലാതിരുന്നിട്ടുകൂടിയും സംഗീതവാസനയും കവിതാ കഥാരചന ആഭിമുഖ്യവും കൗമാരം മുതൽക്ക് സന്തോഷ് പണ്ഡിറ്റ് കിളിർത്തു തുടങ്ങിയിരുന്നു. രക്ഷകർത്താക്കളുടെ നിർലോഭകരമായ പ്രോത്സാഹനം പ്രചോദനാത്മകമായി സർഗാത്മരംഗത്ത് കടന്നുവരാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം കോഴിക്കോട്ടെ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു സന്തോഷ് പണ്ഡിറ്റിന്റെ ഉപരിപഠനം. തീരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഞാൻ പെരുവണ്ണാമുഴിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2ാം ക്ലാസ് മുതലാണ്, 1ാം ക്ലാസ് ശരിക്കും അവിടെയാണ് പഠിച്ചിരുന്നത്. 2ാം ക്ലാസ് മുതലാണ് ഞാൻ ഇവിടെ കോഴിക്കോട്ടേക്ക് അച്ഛൻ ഇവിടെ വീടെടുക്കുകയും ഞങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് മാറുകയാണ്. ഇവിടെ വേങ്ങേരി UP സ്കൂൾ, അതേപോലെ തന്നെ ചേളന്നൂർ AKKR സ്കൂളിലൊക്കെയാണ് പഠിച്ചിരുന്നത്. കോളേജ് വിദ്യാഭ്യാസം ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്തയിലും പിന്നെ പാർട്ട് ടൈം ആയിട്ടുള്ള ചില കോഴ്സസ് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് ചെയ്തിരിക്കുന്നത്. ദൗർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിലാണ് വാത്സല്യനിധിയായ അച്ഛൻ ശ്രീ അപ്പുണ്ണി പണ്ഡിറ്റിനെ ദൈവം കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ആഘാതം ആ കുടുംബത്തെയാകെ ശോകകയത്തിലാക്കി ദീർഘകാലം വല്ലാതെ ഉലച്ചു കളഞ്ഞു. അങ്ങനെ പഠനം പാതി വഴിക്ക് വഴിമുട്ടി നിൽക്കുമ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റിന് സർക്കാരിൻ്റെ ഇറിഗേഷൻ വകുപ്പിൽ ഓവർസിയറായി ഉദ്യോഗം കിട്ടുന്നത്. പിന്നെ ഉദ്യോഗത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം അനവധി ബിരുദങ്ങൾ കരഗതമാക്കി. അദ്ദേഹത്തിൻ്റെ എൻജിനീയറിംഗ്, BA ഇംഗ്ലീഷ്, MA ഹിന്ദി, LLB, MSc മനഃശാസ്ത്രം, PGDCA, DTP തുടങ്ങിയ ബിരുദങ്ങളുടെ ഘോഷയാത്ര തന്നെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ അലങ്കാരമായി വിളങ്ങി നിൽക്കുന്നു. യുവത്വത്തിൽ സ്വാഭാവികമായി ഒരു പെൺകുട്ടി സന്തോഷ് പണ്ഡിറ്റിൻ്റെ സഹധർമ്മിണിയായി കടന്നു വന്നു. ഏറെ താമസിയാതെ ആ ദമ്പതിമാർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു, നവജോത് പണ്ഡിറ്റ്. സന്തോഷിൻ്റെ പ്രഥമ ചിത്രമായ കൃഷ്ണനും രാധയിൽ തന്നെ ഈ കുട്ടിയുടെ അഭിനയ അരങ്ങേറ്റവും നടക്കുകയുണ്ടായി. പക്ഷേ തൻ്റെ ഭാര്യയുമൊത്തുള്ള ആ ദാമ്പത്യ ബന്ധം ഏറെ നാൾ നീണ്ടു നിന്നില്ല. പിന്നെ ഒരു വിവാഹമോചനത്തിലൂടെ ഇരുവരും വഴിവിരിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. തീർന്നില്ല, കാലം മറ്റൊരു ദുരന്തം കൂടി സന്തോഷ് പണ്ഡിറ്റിനായി കരുതി വച്ചിരുന്നു. നൊന്ത് പ്രസവിച്ച മാതാവിൻ്റെ ദേഹവിയോഗം. അതോടെ ആ കുടുംബം അനാഥമായി. ഏറെക്കാലം വേണ്ടി വന്നു ആ ആഘാതത്തിൽ നിന്ന് മോചനം കിട്ടാൻ. പിന്നീടാണ് ഉദ്യോഗപരമായ പരിമിതികളുടെ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് ഒരു സമ്പൂർണ്ണ സിനിമാ പ്രവർത്തകനായി സന്തോഷ് പണ്ഡിറ്റ് എന്ന അതുല്യ കലാകാരൻ ജനിക്കുന്നത്.
നോക്കി കുനിഞ്ഞു നോക്കി കരഞ്ഞു നോക്കി മെസ്സേജ് അയച്ചു മൊത്തം വേസ്റ്റ് അറിയാ മൊത്തം വേസ്റ്റ് കൈകൊട്ടി പാട്ട് പാടി തമാടി കാണിക്കയിട്ടു മൊത്തം വേസ്റ്റ് അറിയാ മൊത്തം വേസ്റ്റ് റോഷനല്ല അക്ഷയ്ക്ക് പച്ചനല്ല പാവം പണ്ഡിറ്റ് അയ്യോ പാവം പണ്ഡിറ്റ്. ഉത്തരാധുനിക സിനിമാ വ്യവസായം ഇന്നു നിഗൂഢമായ ഒരു അധോലോകമാണ്. മലയാള സിനിമാ ലോകവും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് വളരുന്നത്. ദുരൂഹ മരണങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും കള്ളപ്പണവും വ്യഭിചാരവും ഗുണ്ട ആക്രമണവും കഞ്ചാവും എന്നുവേണ്ട സമസ്ത അധോലോക ചേരുവകളെല്ലാം തന്നെ കോളിവുഡിലും സ്പഷ്ടമായി തന്നെ നിലനിൽക്കുന്നു. തികച്ച് സത്യസന്ധതയോടെയും സംശുദ്ധ വ്യക്തിത്വത്തോടെയും സിനിമാ പ്രവർത്തനം നടത്തുന്ന ഒരു പക്ഷേ ഏക സിനിമാക്കാരനാകാം സന്തോഷ് പണ്ഡിറ്റ്. മലയാള സിനിമാ സൈദ്ധാന്തിക മേഖലയിലെ ഒരു അഭിനവ വിപ്ലവ പ്രതിഭാസമായി സന്തോഷ് പണ്ഡിറ്റിനെ കണക്കാക്കുന്നത് പ്രധാനമായും 2 കാരണങ്ങളാലാണ്. അതിൽ ഒന്നാമത്തേതാണ് ലോ കോസ്റ്റ് ഫിലിം മേക്കിംഗ് എന്നത്. അതായത് ചിലവ് കുറഞ്ഞ സിനിമാ നിർമ്മാണം. കേവലം 5 ലക്ഷം രൂപയ്ക്കാണ് തൻ്റെ സിനിമകളെല്ലാം നിർമ്മിക്കുന്നത്. ഇത് സിനിമാ പ്രവർത്തകരെ ഒന്നടങ്കം അമ്പരപ്പിക്കുന്നൊരു വസ്തുതയാണ്. യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ നിർമ്മാതാവിൽ നിന്നും കോടികൾ എണ്ണി വാങ്ങി പൊടിച്ച് ആർമാദിക്കുന്ന സംവിധായക മഹാന്മാരിൽ മലയാള സിനിമാ വ്യവസായം ശ്വാസം മുട്ടി നിൽക്കുമ്പോഴാണ് നക്കാപ്പിച്ച ചില്ലിക്കാശിനെ പടമെടുത്ത് അത് തിയേറ്ററിൽ കാണിച്ച് പണ്ഡിറ്റ് മാതൃക കാട്ടി ഞെട്ടിച്ചു കളഞ്ഞത്. ഒരു സിനിമയെടുക്കാൻ കോടികളൊന്നും വേണ്ട എന്ന തിരിച്ചറിവ് അവബോധം നിർമ്മാതാക്കൾക്കുണ്ടായി കൊടുക്കാൻ സന്തോഷ് ഒരു നിമിത്തമായി എന്നതാണ് സത്യം. 2014 വർഷത്തിൽ റിലീസ് ചെയ്ത 148 സിനിമകളിൽ വെറും 8 എണ്ണം ഒഴിച്ച് ശേഷിക്കുന്ന 140 എണ്ണത്തിന് മുതൽ മുടക്ക് പോലും തിരിച്ചു പിടിക്കാനാവാതെ നിർമ്മാതാക്കൾ കണ്ണീരൊഴുക്കി വിങ്ങി നിൽക്കുമ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് പണ്ഡിറ്റ് നിർമ്മാണ തന്ത്രം. അതുകൊണ്ട് ആർക്കിടെക്റ്റ് മേഖലയിലെ ലാറിസ് ബേക്കണെ പോലെ സിനിമാ നഭസിലെ തിളക്കമാർന്ന ഒരു ധ്രുവ നക്ഷത്രമാണ് സന്തോഷ് പണ്ഡിറ്റ്. ചിലവ് കുറഞ്ഞ സാങ്കേതിക രീതികൾ അവലംബിച്ച് പാർപ്പിടങ്ങളുണ്ടാക്കി പാവങ്ങൾക്ക് സ്വന്തമായി ഒരു കൂര എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്ത ബ്രിട്ടീഷ് വംശജനായ ഒരു ആർക്കിടെക്റ്റായിരുന്നു ലാറിസ് ബേക്കൺ. അദ്ദേഹത്തിൻ്റെ ചിലവ് കുറഞ്ഞ കെട്ടിട നിർമ്മാണ വിദ്യയിലൂടെ ആയിരക്കണക്കിന് പാവങ്ങൾക്കാണ് വീടുകൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ചിലവ് കുറഞ്ഞ സിനിമയെടുക്കുവാനുള്ള ഫോർമുല കണ്ടെത്തി മലയാള സിനിമയെ വൻകിട മുതലാളി പ്രഭുക്കന്മാരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ച് സാധാരണ കലാകാരന്മാർക്ക് ഒരു കുടിൽ വ്യവസായം പോലെ പ്രാപ്യമാക്കി കൊടുത്തുവെന്ന മഹത് കർമ്മത്തിന് ഒറ്റ അവകാശിയോഗ്യം. അതാണ് സന്തോഷ് പണ്ഡിറ്റ്. രണ്ടാമത്തെ കാരണം, ലോക സിനിമയിൽ തന്നെ ആദ്യമായി അദ്ദേഹം സ്വയം ഒരു സമ്പൂർണ്ണ ഫിലിം ഫാക്ടറിയായി അനുവാചകർക്ക് മുമ്പിൽ നിന്നുകൊടുത്തു എന്നതാണ്. അതായത് ഒരു സിനിമയുടെ ഛായാഗ്രഹണമൊഴികെ നിർമ്മാണം, കഥ, തിരക്കഥ, അഭിനയം, എഡിറ്റിംഗ്, സംവിധാനം, സംഗീത സംവിധാനം, ഗാനം എന്നുവേണ്ട 18ഓളം വരുന്ന സമസ്ത മേഖലകളും സ്വയം ചെയ്തുകൊണ്ട് അല്പം കലാബോധവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ആർക്കും സിനിമയെടുക്കാം എന്ന് തെളിയിച്ചു കൊടുത്തു ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. ശ്രീദേവി നീ ദേവലോക റാണിയല്ലേ, റാണി മഹാറാണി നീ ദേവലോക റാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം, 7 സുഖങ്ങളിൽ ഒരു രാഗം, 7 ദിനങ്ങളിൽ ഒരു വാരം, 7 നിറങ്ങളിൽ മഴവില്ല്. ദേവി ശ്രീദേവി നീ ദേവലോക റാണിയല്ലേ, റാണി മഹാറാണി നീ ദേവലോക റാണിയല്ലേ. 7 സ്വരങ്ങളിൽ ഒരു ഗാനം. ഇപ്രകാരം സിനിമയുടെ സർവജ്ഞ പീഠം കയറി പ്രതിഭാശ്രേഷ്ഠനായി അവരോധിക്കപ്പെടാൻ ആരും തന്നെ മുമ്പ് ധൈര്യം കാണിച്ചിരുന്നില്ല. പണ്ട് ശ്രീ ബാലചന്ദ്രമേനോൻ കഥ, തിരക്കഥ, സംവിധാനം, അഭിനയം, ഗാനരചന എന്നിവയ്ക്കപ്പുറം കടന്നുപോയതായി തോന്നുന്നില്ല. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് സിനിമയുടെ സർവ്വ മേഖലകളും സ്വയം ചെയ്ത്
തൻ്റെ സിനിമാ പാണ്ഡിത്യം പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. പണ്ഡിറ്റിനെ കണ്ണും പൂട്ടി അനുകരിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും മതിയായ ആത്മവിശ്വാസത്തിൻ്റെ അഭാവത്തിൽ അവർ പരാജയപ്പെടുകയാണുണ്ടായത്. നിങ്ങൾക്കറിയാൻ പറ്റും, ഇപ്പോൾ കൃഷ്ണനും രാധ ഇറങ്ങുന്നതിന് തൊട്ട് തലേ ദിവസം വരെ നമ്മളുടെ ഒരു ധാരണ, ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ കുറേ കോടികൾ വേണം, 25 കോടി 50 കോടി. കാര്യം മനസ്സിലാക്കണം, 40 ലക്ഷം രൂപയാണ് മിനിമം നമ്മളിപ്പോൾ നെഗറ്റീവിന് സിനിമ എടുക്കുമ്പോൾ ആവുന്നത്, അതിൽ മാത്രം നെഗറ്റീവിലേക്ക്. അതേസമയം നമ്മൾ ഡിജിറ്റലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത്. എത്ര ടേക്ക് എടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെ ജസ്റ്റ് ഡിലീറ്റ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ 40 ലക്ഷം പോയിട്ട് 5 സെന്റ് പോലും അവസ്ഥയിൽ വരുന്നില്ല. അതാണ് ആ ഡിജിറ്റൽ വൽക്കരിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അതിലൂടെ തന്നെ ഒരു 40 ലക്ഷം രൂപയുടെ ആവശ്യം വരുന്നു. പിന്നെ വേറൊരു സംഭവം വെച്ചാൽ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടെങ്കിലേ വിജയിക്കൂ, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയാൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പുതുമയുള്ള അതാണ് എൻ്റെ ഒരു ശൈലി. ദാറ്റ് ഈസ്, ഇപ്പോൾ രാവിലെ നമ്മൾ ഒരാൾ വരുന്നു, ആണായാലും പെണ്ണായാലും വൈകുന്നേരം മുഴുവൻ തിരിച്ചു പോകണം. ആ ഒരു ശൈലി, ദാറ്റ് അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് മുഴുവൻ ഒഴിവാക്കുകയാണ്. വെറുതെ 5 സ്റ്റാർ ഹോട്ടലും മറ്റൊക്കെ ഒഴിവാക്കി എല്ലാം സാധാരണമായ രീതിയിൽ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ചെയ്യുന്ന പോലെ രാവിലെ വന്ന് വൈകുന്നേരം എല്ലാവരും തിരിച്ചു പോകുന്നു. ഇങ്ങനെയും ചിന്തിക്കാം. ഒരു ഇന്ത്യൻ ഇവർ പറഞ്ഞ വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമേ സിനിമയുള്ളൂ. ഞാൻ പറയട്ടെ, മലയാള സിനിമ എന്നുള്ള ആരുടെ തറവാട്ട് വകയില്ലെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കണം. സന്തോഷ് പണ്ഡിറ്റിന് തൻ്റെ സിനിമാ പാന്താവിലെവിടെയും പരാജയത്തിൻ്റെ കൈപ്പുണ്യം കുടിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഒരു സൈദ്ധാന്തിക സവിശേഷതകൾ അദ്ദേഹത്തിന് ബഹുജന ശ്രദ്ധ നേടിക്കൊടുത്ത് ഏവരുടെയും കണ്ണിലുണ്ണിയാക്കി. അങ്ങനെ ആരെയും അനുകരിക്കാതെ ആർക്കും അനുകരണീയനായി മാറിയ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഏകലവ്യ പുരസ്കാരം സിനിമാ ഇതിഹാസമായ ശ്രീ മധുവിൽ നിന്നും സ്വീകരിക്കുവാൻ യോഗ്യനാക്കി കൊടുത്തത്. ഇതിനോടകം 4 സിനിമകൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. കൃഷ്ണന് രാധയും, സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്, മിനിമോളുടെ അച്ഛൻ, കാളിദാസൻ കവിത എഴുതുകയാണ് എന്നിവയാണവ. ഇതുകൂടാതെ ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ, നീലിമ നല്ല കുട്ടിയാണ് തുടങ്ങിയവ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിൽ തൻ്റെ പ്രഥമ ചിത്രമായ കൃഷ്ണന് രാധയുമാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന അദ്വിതീയ കലാകാരന് സിനിമാ ലോകത്ത് സ്ഥായിയായ ഒരു ഇരിപ്പിടം നേടിക്കൊടുത്ത ഐതിഹാസികമായ ചലച്ചിത്രം. വ്യത്യസ്ത മതാനുഭാവികളായ യുവമിഥുനങ്ങളുടെ വിവാഹാനന്തരമുള്ള പ്രതിബന്ധങ്ങളെയാണ് ഇതിൽ സാധാരണ രീതിയിൽ വരച്ചു കാണിക്കുന്നത്. സാംഖ്യശാസ്ത്രപ്രകാരം അദ്ദേഹത്തിൻ്റെ ഭാഗ്യസംഖ്യയായ 8ൻ്റെ പ്രത്യേകതകൾ ഈ സിനിമയിലുടനീളം ബോധപൂർവം വിളക്കി ചേർത്തിരിക്കുന്നു. 8 പാട്ട്, 8 നായിക, 8 സംഘടനം തുടങ്ങിയവയാണവ. ഒരു കാക്ക പൊങ്ങി പറന്നു കരുതി അതിനാരും ഗരുഡനെന്ന് വിളിക്കാറില്ല. എടാ, വലിയവനാണെന്ന് കാണിക്കേണ്ടത് പണക്കൊഴുപ്പുകൊണ്ട് മസിൽ പവർ കൊണ്ടൊന്നും അല്ല, പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടായിരിക്കണം. ഒക്കത്തിരിക്കുന്ന കുട്ടിയെ തൊട്ടിൽ തരയല്ലേ, പണി പാളും. കീപ് ഇൻ മൈൻഡ്. മറുഭാഗത്ത് അതെല്ലാം ജിജ്ഞാസയോടെ നോക്കിക്കണ്ട സാധാരണ പ്രേക്ഷകർ എന്നും അദ്ദേഹത്തിന്റെ പ്രേരക ശക്തിയായി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പിറവികൊണ്ട ഉപരിപ്ലവ ചലച്ചിത്രമായ കൃഷ്ണനും രാധയ്ക്കും പിന്നിൽ അരങ്ങേറിയ അശ്രാന്ത ആത്മവിശ്വാസവുമാണ് സിനിമാ പ്രവർത്തകരെ ഒന്നടങ്കം ഞെട്ടിച്ചു കളഞ്ഞത്. നാളന്നുവരെ ഒരു സിനിമ ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ലാത്ത സന്തോഷ് പണ്ഡിറ്റ് സിനിമയെന്ന ഉത്കടമായ അഭിനിവേശവും സ്വന്തം കഴിവിലും വിശ്വാസവും മാത്രം കൈമുതലാക്കി ഒരു സിനിമയെടുക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. ആരുടെയും മുന്നിൽ തലകുനിക്കാൻ ആത്മാഭിമാനം അനുവദിക്കാത്ത അദ്ദേഹം ഒരു സംവിധായകന് മുന്നിലും അവസരത്തിനായി തെണ്ടിച്ചെന്നില്ല. സ്ക്രിപ്റ്റ് കഴുത്തിൽ തൂക്കി ഒരു നിർമ്മാതാവിന് മുന്നിലും മുട്ടുകുത്തി നിന്നില്ല.
പിന്തുടർച്ചാവകാശമായി കിട്ടിയ 3 വീടുകളിലൊന്ന് വിറ്റ് കിട്ടിയ പണമാണ് ഏക മൂലധനം. ചിലവ് കുറഞ്ഞ സിനിമയെടുക്കാനായി സന്തോഷ് പണ്ഡിറ്റ് ഒരു കാനൺ 70 ക്യാമറയും കൂടെ ഒരു സിഗ്മ ലെൻസും വില കൊടുത്തു വാങ്ങി. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ ഒരു 70 ക്യാമറ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ പിന്നെ അത് വെച്ച് ചെയ്യാന്നുള്ള ഐഡിയ വിചാരിക്കും. അങ്ങനെ ആകുമ്പോൾ ആ ഒരു നെഗറ്റീവ് സൈഡിലുള്ള ഇത് ലാഭം കിട്ടും. UFO ക്യൂബോ പ്രസാദ് ലാബിലേക്കൊക്കെ മാറ്റും. അപ്പം അങ്ങനെ ഒരു പണിയുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പടം എടുക്കുന്ന സമയത്ത് പരമാവധി ചിലവ് ചുരുങ്ങല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് ഈ രീതി ചെയ്തത്. അങ്ങനെ ഒരു ട്രൈപോഡ് പോലുമില്ലാതെ തോളിൽ ക്യാമറ വച്ചെടുത്ത ഒരു സമ്പൂർണ്ണ പുതുമുഖ ചിത്രമായി കൃഷ്ണനും രാധയും പുറത്തു വന്നു. അതൊരു കൂട്ടം തെറ്റിയ മഹാവികൃതിയായ കുഞ്ഞാടിന്റെ രംഗപ്രവേശമായിരുന്നു. നാളന്നുവരെ പിന്തുടർന്നു വന്ന സിനിമാ സമ്പ്രദായങ്ങളെയും കീഴ്വഴക്കങ്ങളെയും രീതികളെയും തച്ചുടച്ചുകൊണ്ടുള്ള ഒരു കലാപകാരിയുടെ ചൈത്രയാത്രയായിരുന്നു. എന്റെ അച്ഛൻ ആരാന്നറിയോ? അത് നിന്റെ അമ്മയോട് ചോദിക്കണം. എടാ, എന്നെ പോലെ ഒരു VIP-യുടെ മകനോട് സംസാരിക്കുമ്പോ നീ ശ്രദ്ധിക്കണം, അല്ല പേടിക്കണം. അല്പം കൂടെ ഒക്കെ ഇന്റലിജൻസ് ഉപയോഗിക്കണം. Do you know the meaning of intelligence? Do you know the meaning of justice? Do you know the meaning of wisdom? The word intelligence means the capability of a particular person to evaluate, to validate, to judge a particular thing in a particular way. Don't play with me. I will show you how to play. ചിരഞ്ജീവിക്കൊന്നും ഇമ്പോസിബിൾ ആയിട്ടില്ല, എല്ലാം പോസിബിൾ ആണ്. ബിക്കോസ് വേർഡ് ഇമ്പോസിബിൾ ഇറ്റ്സെൽഫ് മീൻസ് I am possible. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നീ എത്തിയില്ലെങ്കിൽ നീ ഏത് കോപ്പന്റെ മകനാലും ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. മനസ്സിലായടാ? അതോടെ സിനിമാ സൈദ്ധാന്തിക ലോകത്ത് തിളക്കമാർന്ന ഒരു നക്ഷത്ര രാജകുമാരന്റെ തിരുപ്പിറവി സംജാതമാവുകയായിരുന്നു. വിമതനെന്നോ വിപ്ലവകാരിയെന്നോ തോന്നിയാസിയെന്നോ ഏകാധിപതിയെന്നോ എന്തു തന്നെ വിളിച്ചാലും സന്തോഷ് പണ്ഡിറ്റ് എന്നും സന്തോഷ് പണ്ഡിറ്റായി തന്നെ വാനം മുട്ടെ വളർന്നു പന്തലിച്ചു. ആ അഭൂതപൂർവമായ വളർച്ചയ്ക്കു പിന്നിൽ പ്രഥമ സ്ഥാനം യൂട്യൂബിനും സോഷ്യൽ മീഡിയയ്ക്കുമൊക്കെയാണ്. രണ്ടാമത്തെ സ്ഥാനമാണ് അഭിനവ വിനോദ ചാനലുകൾക്ക്. ലക്ഷക്കണക്കിന് വ്യൂവർഷിപ്പുള്ള മലയാളത്തിലെ ഏക യൂട്യൂബ് സെലിബ്രിറ്റി എന്ന ബഹുമതി സന്തോഷ് പണ്ഡിറ്റിന് മാത്രം സ്വന്തം. നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് മാത്രം നിക്ഷിപ്തമാണ്. കളമൊഴി സ്വതവേ സ്പർദ്ധാലുക്കളായ മിമിക്രിക്കാരെയും കലാലോകത്ത് പിന്തള്ളപ്പെട്ടവരെയും എതിർച്ചേരിയും നോക്കി സന്തോഷ് പണ്ഡിറ്റിനെ ആക്രമിച്ച് വ്യക്തിഹത്യ ചെയ്ത് അദ്ദേഹം തളരുകയല്ലായിരുന്നു, മറിച്ച് വളർച്ചയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ആനയിക്കപ്പെടുകയായിരുന്നു. ആ ഇടയ്ക്കാണ് സൂര്യ TV സംപ്രേഷണം ചെയ്ത വിവാദ പ്രോഗ്രാം എത്തുന്നത്. മലയാളി ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളും അതിരുവിട്ട് അഴിഞ്ഞാടി ആത്മഹത്യാത്മകമായി അധപ്പതിച്ച സംപ്രേഷണം ചെയ്ത അവരിൽ നിന്ന് വിവാദ പ്രോഗ്രാമായി മലയാള സംസ്കാരത്തിന്റെ മാന്യതയാർന്ന ഒരു യുവ മുഖത്ത് കേരള ദേശത്തിന് കാട്ടിക്കൊടുത്തുകൊണ്ട് തന്റെ പ്രതിച്ഛായ തിരുത്തിക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് കേരളീയ പൊതുസമൂഹത്തിന് അനിഷേധ്യ പ്രിയങ്കരനും സർവാത്മന സ്വീകാര്യനുമായി മാറി. അതീവ സാമൂഹ്യ പ്രതിബദ്ധതാബോധവും ജീവകാരുണ്യ പ്രവർത്തനോന്മുഖതയും സന്തോഷ് പണ്ഡിറ്റിന്റെ ശ്ലാഘനീയമായ ഒരു സവിശേഷതയാണ്. കിട്ടുന്നതിൽ പാതി ദൈവത്തിന് എന്ന് വിശ്വസിക്കുന്ന ഈ സാമൂഹ്യ പ്രവർത്തകൻ പത്തനംതിട്ട ജില്ലയിൽ കൊറ്റനാട് ദേശത്ത് വിവിധ സന്നദ്ധ പ്രവർത്തകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ച ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് പ്രസിദ്ധ MLA ആയ രാജു അബ്രഹാമായിരുന്നു. കൂടാതെ അട്ടപ്പാടി വനമേഖലയിൽ ദാരുണമാംവിധം ജീവിതം തള്ളി നീക്കുന്ന ആദിവാസികൾക്ക് സഹായധനവുമായി സന്തോഷ് പണ്ഡിറ്റ് ഓടിയെത്തിയത് വലിയ വാർത്താ പ്രാധാന്യത്തോടെ ചാനലുകൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഒരു വശം മാത്രം. നാളെ പണ്ഡിറ്റിന്റെ മനസ്സ് തിരിച്ചറിയുന്ന പൊതുസമൂഹം അദ്ദേഹത്തിന് അധികാരം കനിഞ്ഞു നൽകി സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനം വിശ്വാസപൂർവ്വം ഏൽപ്പിച്ചാൽ സംശുദ്ധനായ ഒരു മനുഷ്യ സ്നേഹിയെ നിയമസഭയ്ക്ക് കിട്ടുമെന്നതിൽ ആശങ്കപ്പെടേണ്ട. ഞാൻ സിനിമയെടുക്കുന്ന എന്നെ ആരാധിക്കുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും വേണ്ടിയാണ്.
ഈ ഒരു ചങ്കുറ്റത്തിന്റെ ചുണക്കുട്ടനായി മലയാള സിനിമാ ലോകത്ത് ഒരാളെയുള്ളൂ, അതാണ് സന്തോഷ് പണ്ഡിറ്റ്. വസ്തുതകൾ എന്തൊക്കെ തന്നെയായാലും സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകൾ കാണുവാൻ പുറപ്പെടുമ്പോൾ പ്രധാനമായി 2 വസ്തുതകൾ മനസ്സിൽ കരുതിയിരിക്കണം. എങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ വിമർശകനല്ല, അനുഭാവിയാകുമെന്നത് സംശയിക്കേണ്ട. ഒന്നാമതായി, അത് 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കുന്ന സിനിമയാണ്. കോടികൾ അമ്മാനമാടിയെടുക്കുന്ന സിനിമകളുടെ ഗുണനിലവാരവും സാങ്കേതിക തികവും പ്രതീക്ഷിക്കരുത്. രണ്ടാമതായി, അതൊരു സന്തോഷ് പണ്ഡിറ്റ് സിനിമയാണ്, അല്ലാതെ രാം ഗോപാൽ വർമ്മ സിനിമയല്ല. സന്തോഷ് പണ്ഡിറ്റ് എന്ന പച്ചയായ സാധാരണ മനുഷ്യന്റെ പരിമിതികൾ അത്രയും അതിൽ ഇഴുകിച്ചേർന്നിരിക്കും. അവ സൗമനസ്യതയോടെയും അവധാനതയോടെയും ഉൾക്കൊള്ളുവാനായാൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല. 48 ഗാനങ്ങൾ അദ്ദേഹം എഴുതി സംഗീത സംവിധാനം ചെയ്ത് ആലപിച്ചിട്ടുണ്ട്. അവയിൽ പലതും ഹിറ്റാണ്. ചിത്രയും NG ശ്രീകുമാറും അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. സലിം കുമാർ ഉൾപ്പെടെ പല പ്രമുഖ താരങ്ങളും അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തിളക്കമാർന്ന അംഗമാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ്. കൂടാതെ നല്ലൊരു നോവലിസ്റ്റും കൂടിയാണ് സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹം എഴുതിയ നീലിമ നല്ല കുട്ടിയാണെന്ന നോവൽ മംഗളം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൊണ്ടുപോ സാധനത്തിന് ഞാൻ വെച്ചിട്ടുണ്ട്, വണ്ടി കയറ്റാന്. ഇപ്രകാരമുള്ള സകലകലാവല്ലഭനെ നിരുപാധികൾ സ്വീകരിക്കാൻ മലയാളി സമൂഹം വൈമനസ്യം കാണിച്ചാൽ ഒരുപക്ഷെ നാളത്തെ ചരിത്രവും കലാലോകവും നമുക്ക് മാപ്പ് തന്നുവെന്ന് വരില്ല. ഇന്ന് വളരാൻ വെമ്പി നിൽക്കുന്ന പ്രതിഭകൾക്ക് സന്തോഷ് പണ്ഡിറ്റ് ഒരു ആത്മവിശ്വാസവും വഴികാട്ടിയുമാണ്. സിനിമയുടെ സമസ്ത മേഖലകളും കൈയടക്കത്തോടെ ചെയ്യുവാനുള്ള ഒരു വിജ്ഞാന നിഘണ്ടു കൂടിയാണ് അദ്ദേഹം. മലയാള സിനിമാ ലോകത്ത് സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും അഭിനയം തുടങ്ങിയ ഏതാനും മേഖലകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അവരിൽ നിന്നെല്ലാം വിഭിന്നമായി സിനിമയുടെ എല്ലാ വശവും കൈകാര്യം ചെയ്ത് സ്വയം ഒരു ഫിലിം ഫാക്ടറിയായി നിന്ന് തൻ്റെ അദ്വിതീയ പ്രാഗൽഭ്യം തെളിയിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഒരു സമ്പൂർണ്ണ മെഗാസ്റ്റാർ പദവിയിലേക്ക് അവകാശിയായി ഒരാളേ ഉള്ളൂ, അതാണ് സന്തോഷ് പണ്ഡിറ്റ്. കൃഷ്ണനും രാധയും എന്ന സിനിമ റിലീസ് ചെയ്തതിനു ശേഷം യഥാർത്ഥത്തിൽ എനിക്ക് ചില സ്ക്രിപ്റ്റ് എല്ലാം പോലീസ് വേഷത്തിൽ വന്നിരുന്നത്. പക്ഷെ ഞാനത് അൺഫോർച്ചുനേറ്റ്ലി ആ സ്ക്രിപ്റ്റിൽ എനിക്ക് ചില പുതുമകൾ ഫീൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പുതുമ ഫീൽ ചെയ്തില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഞാൻ ചെയ്യാതിരുന്നതാണ്. ഇപ്പോൾ നീനിപ്പോൾ നല്ല കുട്ടിയാണ് വേഴ്സസ് NGVIPS എന്ന സിനിമയിലാണ് ഞാനിപ്പോൾ ഒരു പോലീസ് വേഷം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് തകർക്കും, പൊളിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. മണി തരി ലാവണ്യ പൂശയിൽ ചമഞ്ഞു നീ മലാകയായി കളകള സംഗീതം പൊഴിച്ചു നീ പട്ടുകരിച്ചതോര കാഴ്ചയായി ഈറനായി ചുരുത്തുമ്പിൽ ശോഭിപ്പൂ മുഖം. അദ്ദേഹത്തിന് തുടർന്നുള്ള സർഗചര്യയിൽ ഞങ്ങളുടെ 1000 ഭാവുകങ്ങൾ നേരുന്നു. സന്തോഷ് പണ്ഡിറ്റ് ഇതാ നല്ലൊരു കൈ സന്തോഷ് പണ്ഡിറ്റ്
Thank you.